നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് നിന്ന് കാണാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ഞാൻ മുഴുവൻ പൊട്ടറ്റോയും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഇതിലേക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. കാരണം നമുക്കിതിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല, വറ്റിക്കിട്ടണം. അതിനുവേണ്ടി വേവാൻ മാത്രമുള്ള വെള്ളം വെച്ചിട്ട് ഒന്ന് വേവിച്ച് എടുക്കുക. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 3-4 ചുള വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് മൂപ്പിച്ചതിന് ശേഷം ഒരു വലിയ സവാള അരിഞ്ഞതും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തതിലേക്ക് കുരുമുളകാണ്. ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് വഴറ്റിയെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ പൊട്ടറ്റോ ഇവിടെ വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് ബട്ടറാണ്. ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്ത് അത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇതുപോലുള്ള ഒരു കയ്യിലോ അല്ലെങ്കിൽ സ്മാഷറോ ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഇതൊന്ന് തീരെ കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ആ ഉള്ളി നമുക്ക് ഈ പൊട്ടറ്റോ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നത് ചിക്കനാണ്. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നല്ലതുപോലെ ഒന്ന് പിച്ചി എടുത്ത് മിക്സിയിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത്. ഇത് ഓപ്ഷനിലാണ്. ചിക്കൻ പറ്റുന്നവർ മാത്രം ഇത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വെറും നമുക്ക് പൊട്ടറ്റോയും മാത്രം മതി. പൊട്ടറ്റോയും ഉള്ളിയും മാത്രം മതി ഈ സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട്. അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തത് പാലാണ്. ഒരു 1/4 കപ്പ് പാൽ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. അത് ലൂസായി പോകാൻ പാടില്ല. ആവശ്യത്തിന് മാത്രം പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 കപ്പ് പാൽ മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചത്. 1-2 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്തതാണ്. എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ചും കൂടി ലൂസ് വേണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തം 1/4 കപ്പ് പാൽ മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത്. അപ്പോൾ ഇതിൽ എരിവിന് വേണ്ടി നമ്മൾ കുരുമുളക് മാത്രമാണ് ചേർത്തത്. ഇനി എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇതിലേക്ക് ക്രഷ് ചെയ്ത ചുവന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഞാൻ ഇത് നല്ലതുപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനു വേണ്ടി ചപ്പാത്തിയാണ്. ഇതാ ഞാനിവിടെ ചപ്പാത്തി ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഈ ചപ്പാത്തിയുടെ മുകളിലേക്ക് ഇതുപോലെ 2-3 സ്പൂൺ ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതിന് മറ്റ് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് മാത്രം തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിനു വേണ്ടി ചിക്കൻ നിർബന്ധമൊന്നുമില്ല. ഇനി ചിക്കന് പകരം മീൻ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി മീൻ വേവിച്ചതിന് ശേഷം. ഇനി മറ്റൊരു ചപ്പാത്തി അതിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ സൈഡ് ഒന്ന് അമർത്തി കൊടുക്കുക. അങ്ങനെ മുഴുവൻ ചപ്പാത്തിയും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാന്, നേരത്തെ ഉള്ളി വഴറ്റിയ അതേ പാൻ തന്നെയാണ് ഞാൻ അടുപ്പിൽ വെച്ചത്. അതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ആ ചപ്പാത്തി ഇട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുക. വെന്ത ചപ്പാത്തിയാണിത് എങ്കിലും ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് 2 ഭാഗവും ചുട്ടെടുക്കുക. തിരിച്ചിട്ട് മറ്റേ ഭാഗവും അതുപോലെ തന്നെ ഒന്ന് കളർ മാറ്റിയെടുക്കുക.
ഇതിന് വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് ബട്ടർ ഉപയോഗിച്ചാൽ കൂടുതൽ ടേസ്റ്റാണ്. അങ്ങനെ മുഴുവൻ ചപ്പാത്തിയും ഇതുപോലെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. എനിക്കിവിടെ അത്രയും ക്വാണ്ടിറ്റിക്ക് 4 ചപ്പാത്തി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങോട് കൂടിയ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചപ്പാത്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.